നമസ്കാരം. CPM-ന് എത്ര കിട്ടിയാലും പഠിക്കാനാകില്ല. അവർ പഠിക്കില്ല. അവർ പഠിക്കും, തിരുത്തും എന്നൊക്കെ പറയുകയുള്ളൂ. അതൊന്നും ഉണ്ടാകില്ല. അതവിടെ നിൽക്കട്ടെ. അവരുടെ ഇനി വരാൻ പോകുന്ന മധുരയിൽ നടക്കുന്ന, തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ ഇക്കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റിയിലാണ് ഈ വിഷയം ചർച്ചയായത്. അതിലേറ്റവും പ്രധാനമായ ഒരു വിഷയം അവർ അവതരിപ്പിച്ചത് RSS രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ എങ്ങനെ തകർക്കാം, എങ്ങനെ ഇല്ലാതാക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തി അത് പ്രാവർത്തികമാക്കാൻ എങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ചാണ്. ഇനിയിപ്പോൾ മധുര പാർട്ടി കോൺഗ്രസിലും പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത് തന്നെ ആയിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം വിവിധ മേഖലകളിൽ, രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ RSS-ഉം അതുപോലെ സംഘപരിവാർ സംഘടനകളുമൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ശക്തി പ്രാപിക്കുമ്പോൾ, കരുത്താർജിക്കുമ്പോൾ CPM എന്ന പാർട്ടി അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അണികൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂരിലെ പല CPM അണികളും ഇപ്പോൾ RSS-ൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയും CPI-യുടെയും ഒക്കെ ഭാഗമായി മാറിക്കഴിഞ്ഞു. മറ്റ് ജില്ലകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ആ ഒരു അവസ്ഥയിലാണ് CPM, വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന അവസ്ഥയിലാണ്. എന്നിട്ടും RSS-നെ എങ്ങനെ തകർക്കാം? അതായത് സ്വന്തം കൂടാരത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോകുമ്പോൾ, സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊഴുകിപ്പോകുമ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹാരം കാണുന്നതിന് പകരം രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് RSS-നെ ഏത് രീതിയിൽ രാഷ്ട്രീയമായി, ഇനി കായികമായി, അല്ലെങ്കിൽ മാനസികമായി ഏതെങ്കിലും തരത്തിൽ തളർത്താനോ തകർക്കാനോ ഉള്ള ചില നീക്കങ്ങളാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി വരുന്ന പാർട്ടി കോൺഗ്രസിൽ, മധുര പാർട്ടി കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത്. 2026 കേരളത്തിലും ബംഗാളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ സമയത്ത് അത് കൂടുതൽ ശക്തിയോടെ RSS തകർച്ച എന്ന് പറയുന്ന ആ ഒരു രംഗം ആവിഷ്കരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് CPM. ഇത് തീ കൊണ്ടുള്ള കളിയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് ഭീഷണിയല്ല, മുന്നറിയിപ്പല്ല, ഭയപ്പെടുത്തലല്ല. കഴിഞ്ഞ ഏതാണ്ട് 100 വർഷമായി കൃത്യതയോടെ, സമചിത്തതയോടെ, രാഷ്ട്രത്തിന് വേണ്ടി, സംസ്കൃതിക്ക് വേണ്ടി, രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കരുത്തോടെ നിന്ന ഒരു സംവിധാനം. ആ സംവിധാനത്തിൻ്റെ ശക്തി ഏതാണ് എന്ന് CPM-ന് അറിയില്ല. CPM പറയും പാർട്ടിയെക്കുറിച്ചൊന്നും അറിയില്ല എന്ന്. CPM-ന് RSS-നെ കുറിച്ചും ഒന്നും അറിയില്ല. കണ്ണൂരിലെ വിവിധ ബ്രാഞ്ചുകളിലും, ബ്രാഞ്ച് കമ്മിറ്റികളിലും, അതുപോലെ ഇവരുടെ ബാലസംഘം പോലുള്ള, DYFI പോലുള്ള സംഘടനാ സംവിധാനങ്ങളിലും RSS-ൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്തു, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നു എന്നാണ് കേട്ടത്. നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് ഒന്നുമല്ല. കാരണം നിങ്ങൾക്ക് അതിനുള്ള സിലബസ്, RSS-ൻ്റെ സിലബസ് എന്താണെന്ന് അറിയില്ല ഇതുവരെ. അത് CPM-എന്നല്ല, ആർക്കും അറിയില്ല. അത് RSS-ന് മാത്രമേ അറിയൂ. ആ സിലബസ് പബ്ലിഷ് ചെയ്യാനുള്ളതല്ല, പരസ്യപ്പെടുത്താനുള്ളതല്ല. അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത് രാഷ്ട്രധർമ്മമാണ്, രാഷ്ട്രത്തെ സേവിക്കലാണ്, രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് നന്മ വരുത്തലാണ്, രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കലാണ്, രാഷ്ട്രപരം വൈഭവമാണ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഏതാനും ചുവടുകൾ കൂടി മതി ഇനി ഇന്ത്യ ആ ഒരു അവസ്ഥയിലെത്താൻ. അതിനുവേണ്ടി പ്രവർത്തിച്ചത് തീർച്ചയായിട്ടും RSS തന്നെയാണ്. ആ RSS-നെ തകർക്കുമെന്നും തരിപ്പണമാക്കുമെന്നും ഇല്ലാതാക്കുമെന്നും RSS പ്രവർത്തകരെ ഇനി വെട്ടിക്കൊല്ലുമെന്നും കുത്തിക്കൊല്ലുമെന്നും ഉള്ള തീരുമാനമാണോ എടുക്കാൻ പോകുന്നത് എന്നറിയില്ല. എന്തൊക്കെയായാലും രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം കുഴിക്കുഴിക്കൽ ഒരു വേള CPM-ൻ്റെ ഇപ്പോഴത്തെ നേതാക്കൾ ഭാവിയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് കാണേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏത് പാർട്ടി പ്ലീനത്തിലും, ഏത് പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്താലും ഈ സംവിധാനത്തെ, RSS എന്ന സംവിധാനത്തെ, എന്ന സംസ്കൃതിയെ, എന്ന സംഘടനയെ തകർക്കാൻ പോയിട്ട് ഒരു പൂ കൊണ്ട് ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന ലോകോത്തര സംഘടന ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.